ഓക്കെയാ? ഇനി ഒന്ന് മുന്നോട്ടൊന്ന് ആഞ്ഞാൽ മതി. കണ്ടാ? തിരുമട്ടിലേക്ക് വാ. ഒരു പൊടിക്ക് പൊക്കിയില്ല, ആ ലോക്ക് പൊക്കിയില്ല. എന്നിട്ട് അതൊന്ന് വിട്. ഇനി ഒന്ന് കാലത്തിന് നോക്കിയ ബ്രേക്കിലേക്ക്. ഇപ്പോഴല്ലേ കറക്റ്റ് ആയിട്ട് എത്തുന്നത്. നേരത്തെ എത്തി വലിഞ്ഞല്ലേ ചവിട്ടിയിരുന്നത്. ഓക്കെ ആണോ? എന്നാ സീറ്റ് ബെൽറ്റ് ഇട്ടു. ഇപ്പുറത്തേക്ക് പോവാൻ നോക്കി ഒന്ന് കൈമാറ്റി. ഇതിപ്പോ ഓക്കെയാണ്. മാഡം ഇപ്പൊ ചവിട്ടിരിക്കുന്നില്ല ബ്രേക്കില്. നമുക്ക് ഈ വണ്ടി എങ്ങനെയാ മുന്നിലേക്ക് നീക്കണമെങ്കിൽ എന്താ ചെയ്യണ്ട? ഇത് റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇടണം. ബ്രേക്ക് ചവിട്ടിയിട്ട് ഇതില് ഡ്രൈവ് മോഡിലിട്ടിട്ട് ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്തിട്ട് റൈറ്റിലോട്ട്. വെറുതെ മാഡം ഒന്ന് ആക്സിലേറ്റർ ഒന്ന് ഇത്തിരി ആക്സിലേറ്റർ ഒന്ന് കൊടുത്ത്. വെറുതെയാ? അത്ര വേണ്ട നമുക്ക്. ഒന്ന് ബ്രേക്കിൽ വന്ന് ആക്സിലേറ്ററിലൊന്ന് വന്ന്. ഇപ്പൊ മാഡം എന്താ ചെയ്യുന്നത് വെച്ചാൽ ബ്രേക്കിൽ നിന്ന് ആക്സിലേറ്ററിലേക്ക് ഇങ്ങനെ പൊക്കി മാറ്റിക്കൊണ്ടിരിക്കുക കാല് രണ്ടും കൂടെ. ശരിയല്ലേ? ആ കാല് ബ്രേക്കിൽ വെച്ച് നല്ലപോലെ വെച്ചു. ഒന്ന് പ്രസ് ചെയ്തേ ബ്രേക്കിൽ. ചവിട്ടി പിടിച്ചിട്ടുണ്ടോ? നോക്കരുതേ. എന്നിട്ട് കാലിന്റെ ആ ഒരു വിരല് മാത്രം ഒന്ന് ആക്സിലേറ്ററിലോട്ട് എത്തിച്ച് പൊക്കി കൊണ്ടുപോവാതെ ഇങ്ങനെയല്ലേ നമ്മൾ പിടിച്ചിരിക്കുന്നത്. ആ കാല് ഇങ്ങനെ ഒന്ന് ചരിച്ചാ മതി. ഇനി ഒന്ന് ബ്രേക്ക് വന്നേ. കണ്ടല്ലോ, ബ്രേക്ക് ഒന്ന് പ്രസ് ചെയ്തേ. ഇനി ആക്സിലേറ്ററിലൊന്ന് കൊണ്ടുപോയിക്കാം. അത്രേ ഉള്ളൂ. ഒരു കാലവിടെ വന്നാ മതി. ചവിട്ടി താഴ്ത്തണമൊന്നും ഇല്ല. ഓക്കെ, ഒരു ടച്ച് അവിടെ വന്നാ മതി ആക്സിലേറ്ററിൽ. ഒന്ന് ബ്രേക്കിൽ വന്ന് പ്രസ് ചെയ്യും. ആക്സിലേറ്ററിലേക്ക് ഒന്ന് മറിക്കാം. അത്രേ ഉള്ളൂ. ആ ചവിട്ട് വരരുത്. ഇപ്പൊ ചവിട്ടി താഴ്ത്തുക അവിടെ ചെന്നുടനെ. ബ്രേക്കിൽ വേണം ചവിട്ടിക്കോ. ഒന്ന് ചവിട്ടിക്കോ. ഇനി ആക്സിലേറ്ററിലൂടെ ഒന്ന് വയ്ക്കാം. അത്രേ ഉള്ളൂ. ആ ഒരു ടച്ച് അവിടെ വന്നാൽ മതി. ഓക്കെയാണ്. ബ്രേക്ക് ഒന്ന് ഡ്രൈവ് മോഡിലേക്ക് ഒന്ന് മാറിക്കാം. അവിടെ ഒന്ന് ന്യൂട്രലാക്കിക്കാം. റിവേഴ്സിലേക്ക് വന്നിട്ട് ന്യൂട്രലാക്കിക്കാം. അവിടെ ഡ്രൈവ് മോഡിലേക്ക് മാറിക്കാം. നമുക്ക് ഈ വണ്ടി ഒന്ന് അനക്കി നോക്കാം. ഇവിടുന്ന് ഇൻഡിക്കേറ്റർ ഒന്ന് നോക്കിയാൽ റൈറ്റിലേക്ക്. ഓക്കെയാണോ? ആ മീറ്ററിനകത്ത് നോക്കിയാൽ മേഡം എന്തെങ്കിലും ഒരു വാണിംഗ് ലൈറ്റ് ഉണ്ടോ? ഇതിലാണോ? അതെന്തിന്റെയാ? ഹാൻഡ് ബ്രേക്ക്. അത് ഓഫ് ചെയ്യും. പൊക്കിക്കൊണ്ട് പ്രസ് ചെയ്തിട്ട് താഴോട്ട് പോട്ടെ. ഇപ്പൊ ഓഫായില്ലേ? ഉറപ്പല്ലേ? മിറർ രണ്ടിലും കൂടെ കാണാമോ പുറകെ വരുന്ന വണ്ടികൾ? ഉറപ്പല്ലേ? നമുക്കൊന്ന് മുന്നോട്ട് പോയി നോക്കാം. മുന്നിലേക്ക് പോണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മുന്നിലോട്ട് നോക്കി. അതുണ്ട് വളച്ചിട്ട് എടുക്കട്ടെ? ചെയ്തു. വിട്ട് കൊടുത്തിട്ട് തിരിക്കാൻ പറ്റുമോ നോക്ക്. ഒന്ന് നിക്കട്ടെ. പുറകിൽ നിന്ന് വരുന്ന വണ്ടി കൂടെ നോക്കണം. ഞാൻ കണ്ടില്ലായിരുന്നു, അതുകൊണ്ട് മതി. മാഡത്തിന്റെ സൗകര്യത്തിന് എടുത്താൽ മതി. അതുപോലെ നേരെയാക്കി വന്നേ. പോയിക്കോ. കാലം എടുത്തോണ്ട് പോയി ചവിട്ടരുത് കേട്ടാ. ഞാൻ പറയുന്നിടത്ത് ഈ വണ്ടി ഒന്ന് നിർത്തി തരണം എനിക്ക്. ആ മരം കണ്ടല്ലോ, അതിന്റെ സൈഡിൽ എവിടെയെങ്കിലും കൊണ്ടുവന്ന് നിർത്തി. മരം കടന്നിട്ടോ അതിന് മുന്നെയോ മാഡത്തിന് എവിടെ നിർത്താൻ പറ്റുമോ അവിടെ ഇൻഡിക്കേറ്റർ ഇടണം. എന്നിട്ട് വണ്ടി സൈഡ് ഒതുക്കി നിർത്തി തരണം. കുഴിയുണ്ടായിരുന്നു, കുഴിക്കാത്തോണ്ട് ഇടരുത്. ഞാൻ പറഞ്ഞു മാഡത്തിന് ഇഷ്ടമുള്ളടുത്ത് കൊണ്ടുപോയി നിർത്തിക്കോളാൻ പറഞ്ഞു. ഇനി വീണ്ടും ഒന്ന് മുന്നോട്ട് പോട്ടെ. അടുത്ത സ്ഥലം ഞാൻ പറയുമ്പോഴത്തേക്ക് ഒന്ന് നിർത്തിയെന്ന്. എടുക്കുന്നതിന് മുമ്പ് വീണ്ടും പിന്നീന്ന് വണ്ടി ഉണ്ടോ നോക്കണം. ഇതെല്ലാം ചെയ്തിട്ട് എടുത്തോണ്ട് പോവാനുള്ള പോട്ടെ. പോട്ടെ. വലിയ മരം കണ്ടല്ലോ, ധൃതി ഒന്നും പിടിക്കരുത്. മരം കഴിഞ്ഞിട്ട് ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ ഒതുക്കി നിർത്തി തന്നാൽ മതി. ധൃതി പിടിക്കണ്ട. അത് കഴിഞ്ഞിട്ട് മാഡത്തിന് സേഫ് എന്ന് തോന്നുന്നൊരു സ്ഥലം കണ്ടുപിടിച്ച് നിർത്തി തന്നാൽ മതി. റോഡ് വിട്ട് നിർത്താൻ പറ്റുന്ന ഒരു സ്ഥലം കണ്ടുപിടിക്കുക. എവിടെ ഉണ്ടാവും?
ഇതെല്ലാം കുഴിയാ, അതേ നോക്കി അങ്ങോട്ടൊന്നും ഇറക്കി കൊടുക്കരുത്. വേണ്ടേ? പകരം എന്തേ നോക്ക, അതിന് മുന്നിൽ നല്ല വിശാലമായിട്ട് സ്ഥലമില്ലേ? ഇത് ആ ഗ്യാപ്പിലേക്കൊന്ന് ഒതുക്കി നിർത്തിക്കാം. ഇപ്പോഴും വണ്ടി റോഡിലാണോ സൈഡിലാണോ? എടുക്കല്ലേ. നേരെ തന്നെ. നേരെ തന്നെ. അല്ല, നമ്മൾ എവിടെയാ നിൽക്കുന്നത്? റോഡിലാണോ സൈഡിലാണോ? ശകലം റോഡിലും. ശകലം റോഡിനടുത്താ നിൽക്കുന്നത്. നമുക്ക് ഇത്രയും സ്ഥലം ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്, ശരിയല്ലേ? ഈ സൈഡിലേക്ക് ഒന്ന് ഒതുക്കി നിർത്താവാ. എന്നിട്ട് നേരെയാക്കി നിർത്തും. നിൽക്കട്ടെ. ഇപ്പൊ മേഡം ഇത് തിരിക്കുമ്പോഴെല്ലാം നല്ല പ്രഷർ എടുക്കുന്നുണ്ട് കയ്യിൽ, ശരിയല്ലേ? കിരികിരാന്ന് ഒച്ചയുണ്ട്. മേഡത്തിന് ഇത് അല്ലാതെയും തിരിക്കാൻ പറ്റുമല്ലോ, ഇങ്ങനെ അല്ലാതെയും തിരിക്കാൻ പറ്റുമല്ലോ. ചില സമയത്ത് നമുക്ക് അങ്ങനെ തിരിച്ചു മാറേണ്ടി വരും. മേഡം ഇപ്പൊ തിരിച്ചത് ശരിയായിട്ട് തിരിക്കേണ്ട രീതി അതാണ്. പക്ഷെ നമുക്ക് അധികം എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എളുപ്പം വണ്ടിയെ തിരിച്ച് മാറ്റാനോ നിവർത്താനോ ഒന്നും പറ്റിയില്ല എന്ന് വരും അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പൊ കുറച്ചുകൂടി കൈ എടുത്ത് തിരിക്കേണ്ടി വരും കേട്ടോ ചില സമയത്ത്. ഇപ്പൊ ഇങ്ങനെ പെട്ടെന്ന് ചെറിയൊരു ഏരിയയിൽ വണ്ടിയെ പെട്ടെന്ന് അറേഞ്ച് ചെയ്യേണ്ടി വന്നാൽ കൈ എടുത്ത് തിരിക്കേണ്ടി വരും. അല്ലേ? ഒന്ന് ലെഫ്റ്റിലേക്കും തിരിച്ചു നോക്കിക്കാം മേഡം, ഒന്ന് വെറുതെ തിരിച്ചു നോക്കിയാ. ചുമ്മാ ഒന്ന് തിരിക്കട്ടെ. ഇതിപ്പോ ആലോചിച്ചിരിക്കുക. തിരിച്ചോ, മുഴുവൻ തിരിച്ചോ. അങ്ങനെ തിരിക്കാൻ മേഡത്തിന് അറിയാമല്ലോ. അതുപോലെ തന്നെ റൈറ്റിലേക്ക് ഒന്ന് തിരിച്ചാൽ നോക്കട്ടെ. തിരിക്കാൻ പറ്റുമല്ലോ, ഉറപ്പല്ലേ? പോവാം നമുക്ക്. പോട്ടെ, മുന്നിലേക്ക് പോട്ടെ. അതിൽ നോക്കണ്ട. മുന്നിലേക്ക് വണ്ടി അനങ്ങുന്നതനുസരിച്ച് മേഡം അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി വണ്ടിയെ. സ്റ്റിയറിംഗിൽ നോക്കരുത് കേട്ടോ. പുറകിൽ വണ്ടി ഇല്ലെങ്കിൽ മാത്രം എടുക്കാവുള്ളേ. നേരെയാക്കുക. അങ്ങനെ അത് തന്നെ. എങ്കിലേ മേഡത്തിന് പെട്ടെന്ന് വണ്ടിയെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ സമയം ബ്രേക്കിൽ എടുക്കേണ്ടി വരും. ബസ് വല്ലതും പേടിയുണ്ടോ? കുഴപ്പമില്ല. ആർക്ക്? എനിക്ക്. ഞാൻ ഇതിന് ബസ്സുകാരന് കുഴപ്പമില്ലെന്നായിരിക്കും. മുന്നിൽ എവിടെയെങ്കിലും ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് ഒതുക്കി നിർത്തിക്കാം മേഡം. ധൃതി പിടിക്കണ്ട മേഡം. സേഫ് ആണെന്ന് തോന്നുന്ന ഒരു സ്ഥലം കണ്ടുപിടിച്ച് ഒതുക്കി നിർത്തി തന്നാൽ മതി. നേരത്തെ ഇൻഡിക്കേറ്റർ ഇട്ടോണം. എന്നിട്ട് നേരെയാക്കണം. ഇനി സൈഡിലേക്ക് വിട്ടു കൊടുക്കരുത്. ഇനി ആയില്ല, നിന്നില്ല, നിൽക്കട്ടെ. ഇപ്പോഴും ഒരു ചെറിയ ടെൻഷൻ എടുത്തില്ലേ മേഡം? തന്നെ ആ സൈഡ് ഒതുക്കിയത് വണ്ടിയെ, ശരിയല്ലേ? ആ സൈഡിലേക്ക് വന്നു തോന്നുമ്പോ പിന്നെ അതിനെ നേരെയാക്കാൻ വേണ്ടി റെഡി ആയിരുന്നോണം. പിന്നെ ഒരു ആലോചനയ്ക്ക് നമുക്ക് സമയമില്ല അവിടെ. സൈഡിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന മേഡം അത് ഇത്ര സ്ഥലം കൊണ്ടുവന്നാൽ മതി എന്ന് ചിന്തിച്ചാൽ വണ്ടി അങ്ങോട്ടൊരു ചരിവ് കൊടുത്തു, അങ്ങോട്ട് ആയി എന്ന് തോന്നിയാൽ വണ്ടിയെ ലെവലാക്കാൻ റെഡി ആയിക്കോണം. പിന്നെ അവിടെ വന്നിട്ട് ചിന്തിക്കരുത്. മേഡം ഇപ്പൊ ചെയ്തതാ, വണ്ടി ഇങ്ങോട്ട് വിട്ടു കൊടുത്തിട്ട് ഇവിടെ വന്നിട്ട് ആലോചിക്കാന്ന് വിചാരിച്ചു. വണ്ടി ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാ മേഡം നേരെ ആക്കുന്നതിനെ പറ്റി ചിന്തിക്കാൻ തുടങ്ങിയത്. അപ്പോഴും വണ്ടി കൊണ്ടുവരുമ്പോഴേ ആലോചിക്കണം. അല്ല, നമുക്കൊരു പ്ലാൻ വേണം. ഇവിടെ കറക്റ്റ് ആയിട്ട് ഇവിടെയാണ് നിർത്താൻ പ്ലാനെങ്കിൽ ദൂരെ തന്നെ ഈ സൈഡ് കറക്റ്റ് ആയിട്ട് എടുക്കണം. ഓക്കെ, സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി നേരെ ആവണം. നേരെ ആയാൽ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് നിൽക്കുകയും വേണം. ഓക്കെ, ഇതിനിടയ്ക്ക് ആലോചിക്കാൻ പോയാൽ വണ്ടി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് തിരിക്കുകയും വേണം, ബ്രേക്കും ചെയ്യണം. എല്ലാം കൂടെ ആവുമ്പോൾ കുഴയും. നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചാൽ പ്രശ്നമില്ല. മനസ്സിലായി. ഒന്നുകൂടെ പോട്ടെ, നമുക്ക് അടുത്ത സ്ഥലത്ത് പോയി നിർത്തി നോക്കാം. നേരെ ഇപ്പോഴും ഒന്ന് സ്റ്റിയറിംഗ് ആയിട്ട് എത്തി നോക്കി. ലെഫ്റ്റ് പോയാൽ റെയിൽവേ ഗേറ്റ് അല്ലേ മേഡം? അതെ, അങ്ങനെ പോകാം. വർക്കല ബീച്ചിന്റെ അവിടെ അവിടെയൊക്കെ പോവാം. പക്ഷെ അവിടെയൊക്കെ ചെറിയ റോഡാ. അല്ലെങ്കിൽ മൈതാനം വഴി പോയാൽ കുഴപ്പമില്ല. എന്തിന് മേഡത്തിന് മൈതാനത്തിന്റെ ആവശ്യമൊന്നുമില്ല. വേണ്ട, നമുക്ക് റൈറ്റ് പോവാം ആദ്യം. ഈ ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പായിട്ടൊന്ന് വേഗത കുറയ്ക്കണം. അത് ആദ്യത്തെ തടസ്സം നമ്മുടെ മുന്നിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ പതിയെ മുന്നിലേക്ക് കയറിക്കും. അവിടെ ഫ്രീ ആകുന്നതനുസരിച്ച് മുന്നിലേക്ക് കയറിക്കും. അങ്ങനെ പതിയെ മുന്നിലേക്ക് കയറിക്കും. കുറേശ്ശെ
മാഡം ഇത്തിരി മുന്നിൽ ചെന്നാലേ മാഡത്തിന് ഈ സൈഡ് കാണാൻ പറ്റുള്ളൂ. ഇങ്ങോട്ട് കടക്കാനല്ല നോക്കണ്ടേ, ഇങ്ങനെ തന്നെ കുറേശ്ശെ മുന്നിലേക്ക് അല്ലേ. ആ സൈഡ് ഓക്കെ അല്ലേ? ആ സൈഡ് ഓക്കെ അല്ലേ? അപ്പൊ അങ്ങോട്ട് ഇറങ്ങി ചെല്ല്. ഇനി ഇവിടെ നിന്ന് പയ്യോ നിന്നിട്ട് വേണേ നോക്കിക്കോ ഈ സൈഡ് ഓക്കെ ആണോ എന്ന്. എന്നാ പോട്ടെ, അത്രയും മതി. ഇനിതേ മിറർ നോക്കിയിട്ടേ ഈ സൈഡ് ലെവൽ ചെയ്യാവുള്ളൂ വണ്ടിയെ. പുറകിൽ നിന്ന് ആരെങ്കിലും ഉണ്ടാവും. പോട്ടെ അത് നോക്കിയിട്ടേ ഇങ്ങോട്ട് കൊണ്ടുവരാവുള്ളതേ ഉള്ളൂ, അല്ലാതെ ധൃതി പിടിച്ച് ഇങ്ങോട്ട് വരാൻ നോക്കരുത് കേട്ടോ. ഈ കാറ് കഴിഞ്ഞിട്ടില്ലേ മാഡം, എവിടെയെങ്കിലും ഒതുക്കി നിർത്തണമേ. അപ്പൊ ഇൻഡിക്കേറ്റർ നേരത്തെ ഇട്ടോണം. പുറകിൽ നിന്ന് വണ്ടികളുണ്ടോ എന്ന് നോക്കണം. രണ്ട് സൈഡ് നോക്കിയിട്ടേ വണ്ടി ഒതുക്കി നിർത്താവുള്ളേ. ഏതെങ്കിലും ഒരു സ്ഥലം ഫിക്സ് ചെയ്യും, ശല്യമില്ലാതെ നേരെ കിടക്കുന്ന ഒരു സ്ഥലം ഫിക്സ് ചെയ്യും. ഇപ്പൊ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വന്നു. പക്ഷെ അപ്പോഴും ഒരു കാഴ്ച കണ്ടില്ല. അവിടെ ഒരു മാവിന്റെ കമ്പ് കിടപ്പുണ്ടായിരുന്നു, കണ്ടായിരുന്നു? അതിന്റെ പറ്റയ്ക്ക് കൂടിയാ തിരിഞ്ഞു വന്നത്. അതും കൂടെ ഒഴിവാക്കാമായിരുന്നു. നമ്മുടെ വണ്ടിക്ക് ഒരു ഒരച്ചിലോ തട്ടലോ കിട്ടുന്ന ഒരു സാധനം എവിടെയെങ്കിലും ഉണ്ടാവും, അത് ഒഴിവാക്കി കൂടെ നിർത്താൻ നോക്കണം കേട്ടാ. വീണ്ടും പോവാം. ആ ഓട്ടോയ്ക്ക് ഒരു പൊക്കം കൂടുതലുണ്ട്, നേരെയാക്കുക. അവര് വർത്താനം പറയാ അവിടെ നിന്ന്. പോട്ടെ, ഒന്ന് ഹോൺ അടിക്കും. പോട്ടെ മാഡം, മുന്നിലേക്ക് അല്ല, ഇത്തിരി വലത്ത് മാറി പോട്ടെ. ആ കുറേ വണ്ടിയില്ലല്ലോ, അപ്പൊ വെയിറ്റ് ചെയ്യും. ഇനി പോവാം. പഴയ സർക്കസിലായിരുന്നു തോന്നുന്നു അവർ രണ്ടുപേരും. നേരെ ആ ഓട്ടോക്ക് ഇച്ചിരി പൊക്ക കൂടുതലില്ലേ? അയാള് വെറുതെ നിർത്തിയിട്ടിരിക്കുക. കൊണ്ടുവരാതിരുന്നാ മതി. പിന്നെ എങ്ങനെയാ വേറെ എത്ര കറക്റ്റ് ആയിട്ട് സൈഡ് ഒതുക്കി നിർത്തുന്നത് എങ്ങനെയാ? അപ്പൊ വെറുതെ അത് ചിന്തയല്ലേ. ഈ പോസ്റ്റ് കഴിയുമ്പോ ഒന്ന് ഒതുക്കി നിർത്തിക്കുക. ആ സ്പേസിൽ പോസ്റ്റ് കഴിഞ്ഞിട്ടുള്ള തെളിഞ്ഞു കിടക്കുന്ന സ്ഥലം കണ്ട അവിടെ ലെഫ്റ്റ് സൈഡിനെ പറ്റി ഒരു ജഡ്ജ്മെന്റ് ഇല്ലെങ്കിൽ മേഡം ഇവിടെ എങ്ങനെ ഒതുക്കുന്നത് വണ്ടി? ബ്രേക്കിലോ? അപ്പൊ എന്തിനാ ഒരു ഭാരം എടുത്ത് കയറ്റിയത് മേത്തേക്ക്? മേഡം ഇവിടം വരെ കൃത്യമായിട്ടല്ലേ കൊണ്ടുവന്ന്. അപ്പൊ മേഡത്തിന് ലെഫ്റ്റ് സൈഡ് ജഡ്ജി അറിയാൻ മേലെ. പിന്നെന്തിനാ ആ സമയത്ത് ടെൻഷൻ അടിച്ചുകൊണ്ടാ പിന്നെ വെപ്രാളപ്പെട്ട് വണ്ടി പോകുന്നത്. കുറച്ചുകൂടെ ഫ്രീ ആയിട്ടിരുന്നാ മതി. പോവാൻ നോക്ക് വീണ്ടും. പോട്ടെ, പുറകില് വണ്ടി ഉണ്ടോ എന്നൊക്കെ നോക്കും. നേരെ നേരെ നമുക്ക് നേരെ ഓടാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട്, കണ്ടല്ലോ. ഒരുപാട് ധൃതി പിടിക്കുന്ന കേട്ടാ. മുന്നിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു ഗ്യാപ്പ് കണ്ടാ മേഡം, അങ്ങോട്ടൊന്ന് ഒതുക്കി നിർത്തണം. ഇൻഡിക്കേറ്റർ ആദ്യമായിട്ട് ഇവിടെ എവിടെയെങ്കിലും. സമാധാനമായിട്ട് ഈ വണ്ടി ഒന്ന് സൈഡ് ഒതുക്കി നിർത്തിക്കും. വെപ്രാളം പിടിക്കേണ്ടി വരരുത്. സൈഡായി ബ്രേക്കിംഗ് കൂടെ ചെയ്തുകൊണ്ട് ലെവൽ ചെയ്യും. ഇപ്പൊ മാഡം കറക്റ്റായിട്ടല്ലേ നിർത്തിയത്? ആണ്, ഉറപ്പല്ലേ? സമയം എടുത്താൽ മാഡത്തിന് ചെയ്യാൻ പറ്റും. ധൃതി പിടിച്ചാൽ മാഡത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ധൃതി പിടിക്കരുത്. പിന്നെയും പോവാം. ഇൻഡിക്കേറ്റർ പുറകിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്ക്. ഇല്ലെങ്കിൽ ഉടനെ റോഡിലേക്ക് കയറാനല്ല. നമുക്ക് ഇത് കണ്ടോ, ഓൾറെഡി നമ്മൾ പകുതിയോളം റോഡിലുണ്ട്. മുന്നിലേക്ക് ചെല്ലും തോറും നമ്മുടെ സൈഡ് എടുത്താൽ മതി, അല്ല തിരിഞ്ഞ് റോഡിലേക്ക് കയറണ്ട. എല്ലായിടത്തും അങ്ങനെയൊന്നും വേണ്ട. നമുക്ക് പോവാ. പോട്ടെ, ഇങ്ങോട്ട് വരണമെന്ന് വെച്ചാൽ അങ്ങോട്ട് കൊണ്ടുപോവാം. ആ
അങ്ങോട്ട് തിരിക്കുന്നുണ്ടെങ്കിൽ ആ മിറർ ഒന്ന് നോക്കിക്കോണം കേട്ടാ. അയാളെ തട്ടുവോ മുട്ടുവോ എന്നൊരു പേടി എടുത്ത് തലേ വയ്ക്കരുത്. മേഡത്തിന് ആ സൈഡ് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നുണ്ട് കറക്റ്റായിട്ട്. ഇത്തിരി ആരോഗ്യം കൂടെ കുറയ്ക്കുക. ഫുൾ ആരോഗ്യം എടുത്ത് തന്നെ അതിരിക്കുന്നത്. അത് നമുക്ക് അത്ര അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കുറെ കൂടെ ലൈറ്റാ സ്റ്റിയറിങ്. മേഡത്തിന് ഹാൻഡ് പവർ എടുത്ത് തന്നെയാണ് വണ്ടിയെ തിരിക്കുകയും വളയ്ക്കുകയും ചെയ്യുന്നത്. അത് ആവശ്യമില്ല കേട്ടോ. ലെഫ്റ്റ് പയ്യനെ നോക്കാം. അവനെ മാത്രം ഒന്ന് ഒഴിവാക്കി കൊണ്ടുപോകും. ആ പോയിക്കോ. അതിന് വേണ്ട സ്ഥലം എടുത്തു. അതിന്റെ പുറകിൽ പോകാതിരുന്നാ മതി. നേരെ പുറകിലേക്ക് പോവാതെ വണ്ടിയുണ്ട്. ഫോൺ അടിച്ചു. അത് കടന്നു പോയിക്കോ. അയാളൊരു ലക്ഷ്യമില്ലാതെ പോവുക. അയാൾ വഴി അറിയാതെ പോകാൻ തോന്നുന്നു. നമ്മുടെ സൈഡ് നോക്കിക്കൊണ്ടിരിക്കും. ഇപ്പൊ എന്തോ പേടി തോന്നുന്നു. പേടിയില്ല. ആ ഇല്ലേ? പിന്നെ എപ്പോഴാ പേടി തോന്നുന്നത്? അത് വീതി കുറഞ്ഞ റോട്ടിൽ കൂടി പോകുമ്പോഴാ പേടി. എന്ത് പറ്റി? പോട്ടെ, പതിയെ നീങ്ങട്ടെ. നീക്ക്. നമ്മുടെ സൈഡ് ഫ്രീ ആയിട്ടല്ലേ കിടക്കുന്നത്. നമ്മുടെ സൈഡിൽ കൂടെ വണ്ടി പോയിക്കോട്ടെ. പേടി തോന്നുന്നിടത്തൊന്നും വേഗത വരാതെ നോക്കിയാൽ മതി വണ്ടിക്ക്. അതെങ്ങനെ നോക്കും? എന്തിനാണ്? പോട്ടെ. വേഗത വരാതെ എങ്ങനെ നോക്കുമെന്ന് ചോദിച്ചതാ. പോട്ടെ. ബ്രേക്ക് ആ ആക്സിലേറ്റർ ഒഴിവാക്കിക്കോണം. ബ്രേക്ക് ചെയ്യാൻ റെഡി ആയിട്ടിരുന്ന